ഹായ് ഫ്രണ്ട്സ്, ഹസസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് പപ്പായ ബർഫിയാണ്. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് പപ്പായ പ്യൂരി എടുത്തിട്ടുണ്ട്. 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പഞ്ചസാര 1/2 കപ്പ്, മിൽക്ക് പൗഡർ 1/2 കപ്പ്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1 നുള്ള്, അണ്ടിപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ. നമുക്ക് പപ്പായ ബർഫി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പപ്പായ നന്നായിട്ട് തൊലിയും കുരുവും കളഞ്ഞിട്ട് അരച്ചെടുത്തത് 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പഴുത്ത പപ്പായ ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമുക്കിനി 1/2 കപ്പ് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. പപ്പായ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടാവണം. മിക്സിയിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടെടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായിട്ടൊന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ഇപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് നെയ്യ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി ഏലക്കാപ്പൊടി 1 നുള്ള് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടി തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ബാക്കിയില്ല 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ കുറച്ചും കൂടി ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പപ്പായ ആണെന്ന്. പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ ഇത് പപ്പായ ആണെന്ന്. നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയത് വിതറി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാൻ ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള കഷ്ണം മുറിച്ചെടുക്കാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്നൊരു സ്വീറ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.